ഹലോ, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഗൈസ്? നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഈ ബുൾജറ്റ് നെപ്പോളിയൻ. ഈ കാണുന്ന വണ്ടികൾ നമ്മളൊരു ചുരം കയറാൻ പോവുകയാണ്. ഇതിന് നല്ല പവർ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ചുരം കയറാൻ. നമ്മളിവിടെ ഒരു ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് നേരെ വിടാം. ഓക്കെ, ആദ്യം സംസാരിക്കേണ്ട. നമുക്ക് 1 2 3 എന്താ ചിക്കേണ്ടത് നോക്കാം. 1 സീന്. എൻ്റെ മോനെ. 2 എന്തപ്പോൾ അവിടെ എന്തോ ലൈറ്റ് കത്തിയ പോലെ. 2 ഒന്നും ചെയ്തില്ല. ഓക്കെ, 3 അതൊന്ന് പോട്ടെ, അതൊക്കെ പോട്ടെ. നമുക്ക് എന്തായാലും വണ്ടി എടുക്കാം. എൻ്റെ മോനെ, അയ്യോ ഒടുക്കത്തെ സൗണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ റിവ്യൂകളുള്ളൂ. നമുക്ക് ഇതിടാം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് ദയവായി കമൻറ്റ് ചെയ്യുക. ഏതായാലും എനിക്ക് ഈ ബഡ്ജറ്റിൽ ഇതാണ് ഇഷ്ടം. ഈ കയറ്റം ഞാൻ ഓഫ് ക്യാമറ കുറേ വണ്ടികൾ കൊണ്ട് കയറ്റുന്നുണ്ട്. ഭയങ്കര പാഴാണ്, ഭയങ്കര ഹാർഡ് കയറ്റാണ് ഇത്. ഇത് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. നല്ല ബ്രേക്ക് ഉണ്ട്. ഇത് വണ്ടി സീനാണ്, നല്ല പവറുണ്ട്, ബ്രേക്കുണ്ട്. ഇത് കയറുന്നതാണ് എൻ്റെ ബലമായ സംശയം. ഞാനൊരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു KSRTC ഉണ്ടെന്ന്, ഒരു ട്രക്കും ഉണ്ട്. അത് രണ്ടും കയറിയില്ല. ആ ട്രക്കാണ് ഈ കാണുന്ന കുഞ്ഞു കയറ്റം പോലും കയറിയില്ല. എന്നിട്ടാണ് മെയിൻ കയറ്റം. അയ്യോ, ഈ മഴയത്തൊക്കെ ചൊരം കയറണം. ഇതാണെങ്കിൽ പവർ. ഞാനൊന്ന് തൊട്ടിട്ടുള്ളൂ, അപ്പോഴത്തേക്കും ആ കയറ്റം കയറി. പവർ വണ്ടി. ഇത് എൻ്റെ വിശ്വാസത്തിൽ കയറുന്നാണ് വിചാരം. ഒരു കുന്തം കാണുന്നില്ല. വൈപ്പർ ഒന്നും ചെയ്യുന്നില്ല. ബ്യൂട്ടിഫുൾ. നമുക്കിങ്ങനെ തന്നെ പോകാൻ നിൽക്കാം. സീനല്ലേ ഈ ബഡ്ജറ്റ്? നിങ്ങൾക്ക് ബസ് ഇടിച്ചിട്ടാണെങ്കിൽ ലൈക്ക് എടുക്കുക. താങ്ക് യു ഫോർ 90 സബ്സ്ക്രൈബേഴ്സ്. എല്ലാവർക്കും നന്ദി, വളരെ നല്ല നന്ദി. 100 എത്തിക്കണം. 100ആണ് ലൈക്ക് ഗോളല്ല, സബ്സ്ക്രൈബർ ഗോള്. ലൈക്ക് ഗോളൊന്നും എനിക്കില്ല. എനിക്ക് 1 2 ലൈക്ക് കിട്ടിയാൽ ഞാൻ സന്തോഷം. പറപ്പിക്കാൻ പോകുന്നത്. ഇതുവരെ ഈ കയറ്റം കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ സ്പീഡിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ബഡ്ജറ്റിന് വേണ്ടിയാണ് സീനും സംഭവം. അത് പറപ്പിക്കും ഞാൻ. പറക്കും തളിക. അയ്യോ മരങ്ങൾ കാണുന്നില്ല. ഓക്കെ, ഇവിടെ മിററൊക്കെ ഉണ്ട്, പക്ഷെ മിററൊന്നും ഒരു കുന്തം ചെയ്യൂല. ഇനിയെങ്കിലും രണ്ടാമത്തെ വ്യൂ കാണാൻ പറ്റുമോ? കാണാനൊക്കെ പറ്റും. ഓക്കെ, എന്തൊക്കെയൊക്കെയോ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ എത്തുന്നത് കേട്ടോ. എനിക്കൊന്നും അറിയില്ല. കാറ്. ഇതേത് കാറ്? ഹോണ്ട സിറ്റി ആണോ? ഹോണ്ട സിറ്റി. ഓക്കെ, അല്ല ഇവിടെയൊക്കെ ഞാൻ എത്തി. ശരിയാ, ഇത് കഴിഞ്ഞിട്ടുള്ള കയറ്റാണ് സീൻ. എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇത് ആ കയറ്റായിരിക്കും. ഇവിടെ ഞാൻ ഇതിർത്തി കാണില്ല, എനിക്കറിയില്ല. എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. ഓക്കെ, എന്തായാലും സെക്കൻഡ് കയറ്റം അത് തന്നെ. കയറ്റം നമ്മളെ സീന് കയറ്റം കഴിഞ്ഞു. സമാധാനം. ഇതെന്താ വെള്ള പെയിന്റ് അടിച്ചിരിക്കണേ? ഓക്കെ, നല്ല ഹൈറ്റിലാണെന്ന് തോന്നുന്നു നമ്മൾ. നേരെ ഒരു വഴിയുണ്ടായിരുന്നു. ആ വരിയുണ്ടായിരുന്നു. എനിക്ക് ഭ്രാന്താണ്. അയ്യോ, ഒന്നിടാം. ഇത് കറക്റ്റ് കേരള മാപ്പ്. അയ്യോ, പിടിച്ചേനെ. എടോ, എന്തടോ റോഡിൻ്റെ നടുവിൽ നിർത്തിടാൻ പാടുണ്ടോ? ഭ്രാന്താണ് ഇതിനൊക്കെ. പോട്ടെ. അയ്യോ വണ്ടി സ്റ്റക്കാവല്ലേ. അയ്യോ
എടാ എന്തോടാ ഒന്നും കാണുന്നില്ല. സ്റ്റക്കായെങ്കിൽ ചത്ത്. ഓക്കെ, നമ്മൾ അൺസ്റ്റക്കാക്കി എടുത്തിരിക്കുന്നു. പവർ. എടാ ഇവിടെ എന്തോ ആക്സിഡന്റ് നടന്നെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ സംഭവിച്ചു. അയ്യോ ആളുടെ സീനാക്കിയോ. ഇവിടെ എന്തോ സംഭവം. കുറേ വണ്ടികൾ ഇടിച്ചിട്ട് ഈ ഇന്നോവ കാറാണ് പ്രശ്നമാക്കിയത്. വാവ് സൂപ്പർ. എടാ ഇവൻ എന്താണ് വളച്ച് കളിക്കുന്നത്? ആഹാ, ഇന്നോവ കാറിനാണ് തോന്നുന്നു പ്രശ്നമാക്കിയത്. അതൊക്കെ മൈൻഡാക്കണ്ട, നമുക്ക് പോവാം. എടാ ഇവിടെ റെയിലിംഗ് ഒന്നുമില്ലടാ. ഞാൻ സൈഡിലോട്ട് പോയാൽ ഇപ്പം ചത്തു. നമ്മൾ ഈ മലമുകളിലോട്ട് പോകുന്നു. മൂന്നാറിലോട്ടാണ് ട്രിപ്പ് അടിക്കുന്നത് ഗൈസ്. അയ്യേ ഈ കൊള്ളൂല. ഓ എനിക്കൊന്നും കാണുന്നില്ല. എടാ മരങ്ങൾ. ഓ ഇത് മതി. എടാ മരങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഒരു കുന്തം കാണില്ല. വീണ്ടും വെള്ളം. ഇതെന്തോ സംഭവം ഇപ്പോഴും പിടി കിട്ടുന്നില്ല. എന്തിനാ ഇവരിത് വെക്കുന്നത്? എനിക്ക് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, നമുക്കത് വായിച്ചിട്ട് പോവാം. മോഡ് ഫ്രീ മോഡ് ഇനി ഗ്രാറ്റിസ് ടിക്കറ്റ് ബാക്ക് ബോട്ട് ചുക്കുക്ക് പിക്കുയു പ്രൊജക്റ്റ് കെലോക്ക് 7. ഓക്കെ, ഏതോ ഒരു നമുക്കൊന്നും അറിയാത്ത ഭാഷയാണ്. ഓ നോ. റിവേഴ്സ്. അയ്യോ ചത്ത്. അതെ ഇവിടെ താഴെ വല്ല റോഡും ഉണ്ടോ? എൻ്റെ വണ്ടി എന്നാ കൊണ്ടുവച്ച് കയറ്റായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മൾ എങ്ങനെ എത്തിച്ചിട്ടുണ്ട്. ശരിയാക്കി നമ്മളെ താഴത്തെ റോഡിൽ ടൈം കയറ്റി കൊടുത്തു. അപ്പം നമ്മൾ സ്പോൺ ചെയ്ത് കുറച്ച് താഴെയാണ്, എന്നാലും സീനില്ല. ഓ സൗണ്ട് നിങ്ങൾക്ക് ഈ ഇതിന് എഞ്ചിൻ്റെ സൗണ്ട് കാരണം എന്നെ കേൾക്കുന്നുണ്ടാവില്ല. അയ്യോ പവർ സംഭവം. നല്ല ബ്രേക്കുള്ളത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഇപ്പം ആ കൊക്കയിൽ കിടന്നു. ബാക്കോട്ട് പോവുക, ഫ്രണ്ടിലോട്ട് ബാക്കോട്ട് പോവുക. ഇതിൻ്റെ സൗണ്ടിന് ഒരു ഡിലേ ഉണ്ടോ? ഞാൻ ചവിട്ടിട്ട് അയ്യോ വീണ്ടും അങ്ങോട്ട് പോകാൻ എനിക്ക് പറ്റൂല. 32 സെക്കൻഡ് ആഡാണ് ഞാൻ കണ്ടത്. അത് എന്തോ ഒരു സംഭവം. ആഹാ, എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ഇൻറ്റീരിയർ ബ്യൂട്ട് ഓടിക്കാനാണ് ഇഷ്ടം. പക്ഷേ എന്ത് പറയാനാ, ഒന്നിനും കൊള്ളൂല. ഇതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. കാരണം അതൊന്ന് ഞാൻ മേശം അപ്പുറത്തിരിക്കുന്നത് മേഘമൊക്കെയാണ്. ഈ വെള്ള കളർ മേഘം കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ ഇതെന്തുവാ? നമ്മൾ ഈ മല മുകളിൽ എപ്പോഴെങ്കിലും ഒന്ന് എത്തുമോ? അതേ 9, നമ്മൾ 8 കഴിഞ്ഞിട്ട് 9 എത്തി. ഓ അത് ചുരമാണ്, ഹെയർപിൻ വളവിൻ്റെ ചുരങ്ങളുടെ കൗണ്ടാണ്. ഇതിൻ്റെ മുകളിൽ വല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉണ്ടോ? ഇത് മൂന്നാറാണ്, അപ്പോൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കാണും. നമ്മൾ മൂന്നാറിലെ ചുരം കയറുവാണ്. നെപ്പോളിയൻ ബീച്ച്. ഇതിന് ബ്രേക്കിനെ സമ്മതിക്കണം. പിന്നെ എൻ്റെ പ്രൊഫഷണൽ ഡ്രൈവിങ്. ഇതേ 10 നമ്മൾ എന്താ പൊന്നെ ഒന്ന് പോ. എടാ മലേൻ്റെ മുകളിലല്ലേ പോകാൻ പറഞ്ഞേ? എനിക്ക് ഭ്രാന്താണ്. അല്ല എനിക്കല്ലേ വണ്ടിക്ക് സ്ലിപ്പാണ്. അതാ മഴയൊക്കെ ഉള്ളതുകൊണ്ട്. അയ്യോ മിന്നല്. ഇതേ 11. എത്ര വളവുണ്ടെന്തോ? ഇത്രയും പെട്ടെന്ന് 11 ആയോ? എന്തോ ഇത് ഭയങ്കര
കോടയുണ്ട്, മഞ്ഞ്, മഴ, ഡേഞ്ചറസ് സംഭവമാണ് അത്യാവശ്യത്തിന്. ഇവിടെ നിന്നും താഴെ പോയാൽ തീർന്നു, പിന്നെ ഒരു പൊടി പോലും ബാക്കി കാണൂല. അതുകൊണ്ട് ഗൈസ് നമ്മൾ പറപ്പിച്ചെടുക്കാൻ പോവാണ്. ആഹാ, ഹലോ, ആ കാണുന്ന പോസ്റ്റിന് എൻ്റെ ഇടയ്ക്ക് ഓവർടേക്ക് വന്നു. നെപ്പോളിയനോടാ കളി. ഇത് 13ആയോ? നേരത്തെ ഞാൻ കണ്ടത് 11 ആ, അത് 12. അപ്പം ഇത് 14, അടുത്ത 15. അല്ല, ആ മുകളിൽ കിടക്കണ 16, ഇത് 15. അതെ, ഇവിടെ ആക്സിഡൻറ്റോ? സീന്. ഇവനൊക്കെ മഴയത്ത് സ്ലിപ്പായി കാണുമായിരിക്കും. ഇത് 15. അയ്യാ, ആ ഭാഗ്യം പോവാഞ്ഞ്. ഇപ്പം ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ സഹായിക്കണം. ഇതേ ബാക്കിൽ 2 കാർ വരുന്നുണ്ട്. അയ്യേ, ഇതിന് ബ്രേക്ക് ഉള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഓക്കെ, അടുത്ത വണ്ടി ഏത് കൊണ്ടുവരണമെന്ന് പറയൂ, ഇല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തോടെ ഞാൻ കൊണ്ടുവരും. പറയുക. എൻ്റെ ഒരു ആംബുലൻസ് ഉണ്ട്, കുറേ ടൂറിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, പിന്നെ കുറേ പ്രൈവറ്റ് വണ്ടിയൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്ലീപ്പർ ബസ് വേണമെങ്കിൽ പറയുക. ഇവിടെ വീണ്ടും ആക്സിഡൻറ്റ്. ഇത് ഡേഞ്ചറസ് റൂട്ടാണ്, ഫുൾ ഓൺ ആക്സിഡൻറ്റ്. ഇതാരാ പണി തന്നിരിക്കണേ? ഇവൻ കൊടുത്ത് എനിക്ക് തോന്നുന്നു ആ റെഡ് കാർ ഈ കാണും, മറ്റേ ഇതെന്തോ ഇത് ബൈക്ക് ടെമ്പോ, ബൈക്ക് കറിയർ, ആ പച്ച, അതിനെ കണ്ട് ചിടിച്ചാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ഫുള്ള് ഇൻട്രസ്റ്റിംഗ് റൈഡാണ്. ഇത് എത്ര വലിയ സീനാണെന്നൊന്നും എനിക്കറിയില്ല. നല്ല വലിയ 19 എത്തി. ഞാനിതൊന്നും അറിഞ്ഞില്ല. എന്നാലും നമ്മൾ സ്മൂത്തായിട്ട്. ഓ എന്ത് ഭംഗിയാണേ ഇവിടെ. ഓക്കെ, ഇവിടെ എല്ലാവരും നിർത്തിക്കോളൂ, ഫോട്ടോ ഒക്കെ എടുത്തോളൂ. ആരെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. എല്ലാവരും ഇറങ്ങുക, ഫോട്ടോ എടുത്തോളൂ. ആ, ഫോട്ടോ എടുത്ത് വന്നാൽ കയറി വാ. ആരോ ബാക്കിലുണ്ടോ? ഇല്ല. ഓക്കെ, പോവാ. ഞാൻ പ്രൊഫഷണൽ. ഇതേ വാഴയൊക്കെ കിടക്കണം ഇതിൻ്റെ മുന്നിൽ. അവിടെ വാഴയൊക്കെ കൊണ്ടുവച്ചത്. അയ്യോ, ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ, ഇത് കോഫിയാണോ ടീ ആണോ? അയ്യാ, വീണ്ടും സ്റ്റക്കായി. ഇല്ല, സ്റ്റക്കായില്ല. സ്റ്റക്കായോ? എടാ, എന്ത് കഷ്ടമാണ് ഇത് എൻ്റെ. ഓക്കെ, നമ്മൾ ഇവിടെ ആരോ അവിടെ വിട്ടുപോയി, അവരെ കൂട്ടാൻ വന്നതാണ്. അവർ ഫോട്ടോ എടുക്കുമായിരുന്നു. ഓക്കെ, ഞാനവിടെ ഇടിച്ച് സ്റ്റക്കായിട്ട് 20,000 കൊടുത്ത് വീണ്ടും ഇവിടേക്ക് വന്നതൊന്നുമല്ല. അത് അവിടെ സ്റ്റക്കായി പോയതാണ്. അല്ല, അവിടെ ഒരാൾ മറന്നു പോയതാണ്. അതാണ് പറ്റിയത്, വേറൊന്നുമല്ല. അയ്യോ, ഇവിടെ ഞാൻ ബാക്കോട്ട് എടുക്കുക, ഇല്ലെങ്കിൽ വീണ്ടും അവിടെ കൊണ്ടിട്ട് കയറ്റും. പോട്ടെ, ബാക്കോട്ടല്ലോ, ഫ്രണ്ടിലോട്ട്. ആ, അങ്ങനെ. അയ്യോ, ഇവിടെ റെയിലിംഗ്. ഇവിടെ ഏത് മന്ദ ബുദ്ധിയാണ് ഇത് ഉണ്ടാക്കിയത്? നമുക്ക് ഇപ്പുറത്തെ സൈഡ് റെയിലിംഗ് വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡ് ഒരു കൊണ്ടാൻ വെച്ചിട്ടില്ല. റെയിലിംഗ് പോയിട്ടൊരു പോസ്റ്റ് പോലും വെക്കണ്ട്. ആ, ഇവിടെ വെച്ചിട്ടുണ്ട്. വീണ്ടും ആക്സിഡൻറ്റ്. ഇത് എന്തോടാ? വീണ്ടും ഫോർച്യൂണർ. ഇവിടെ ഫോർച്യൂണർ ഇരുന്നുണ്ട്. ഇവിടെ ഇവൻ ബാക്കോട്ട് പോകുന്നു. ഒന്ന് വഴി മാറത്തിരുവോ? ഓക്കെ, താങ്കൂ. പോട്ടെ. ഇത് ആഹാ, ടാറ്റ. താഴോട്ട് പോയിക്കോളൂ. ഇതേ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ചായക്കട. ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് പോവാം. എല്ലാവരും നിർത്തിക്കോളാം, ഞാൻ സൈഡിൽ നിർത്താം. എല്ലാവരും ഇറങ്ങിക്കോളാം. ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. ആഹാ, എന്താ വ്യൂ! ഹായ്, മരങ്ങൾ. അയ്യോ, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ബാക്കിൽ ഏതാണ്? എടാ, ഇവിടെ ചായ ഉണ്ടോ? ഒരു കൂൾ ഡ്രിങ്ക്സ് മാത്രമാണോ?
സോറി ചേട്ടാ, ഞാൻ ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഓക്കെ ചേട്ടാ, ഒരു ചായ. എന്താ ഇത്, ഫ്രൂട്ടിയോ? ഓക്കെ. ആഹാ, നല്ല ചായ. എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും പോവാം. ഓക്കെ ഓക്കെ, ഒരു നൈസ് ചില്ലീസ് ചായക്കട. ഇവിടെ ഞാൻ ബ്രേക്ക് പിടിച്ചിട്ട് വളയ്ക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടുത്തെ മരങ്ങളൊക്കെ ഫേക്ക് മരങ്ങളാണ്. നമ്മളിപ്പോൾ ആ മരത്തിൻ്റെ ഉള്ളിൽ കൂടി പോയി. ഇതൊരു ഓട്ടോ ഒന്നുമില്ല, അതൊരു സങ്കടമാണ്. ഇല്ലെങ്കിൽ ആ ഓട്ടോയിലൊക്കെ തള്ളി താഴെ ഇടായിരുന്നു. വെരി സാഡ്. അല്ല, ഈ സത്യം പറഞ്ഞ ഈ റെയിലിംഗ് വെച്ചിട്ടൊരു കാര്യമില്ല. കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി അങ്ങ് പോകും. 23 ഇപ്പോൾ വളവൊക്കെ മെല്ലെ പോകുന്നു. നേരത്തെ ഇങ്ങനെ വളവൊക്കെ പറക്കുമായിരുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ ആക്സിഡൻറ്റിലൊക്കെ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരു ഷാർപ്പ് വളവുണ്ടെന്ന് തോന്നുന്നു. എന്നടേ ലൈറ്റൊക്കെ കാണിക്കുന്നത്? നമ്മുടെ ഈ മല മുകളിൽ വല്ലതും ഉണ്ടോ? ഇവന്മാർ പറഞ്ഞതാണ് ഇത് മൂന്നാറൊന്നും അല്ല. ഞാൻ നോക്കി, ടവർ. അയ്യോ, നമ്മളിപ്പോൾ താഴെ പോയാൽ പുതിയ വീണ്ടും ചായക്കട. അയ്യാ, ആഹാ, സൂപ്പർ. ഇല്ല, അതൊക്കെ ഞാൻ പ്രോ. എന്താ കക്കൂസോ? ഐ തിങ്ക് ദിസ് ഈസ് ടോയ്ലറ്റ്. ഓ യാ, ദിസ് ഈസ് ടോയ്ലറ്റ്. ആർക്കെങ്കിലും പോണെങ്കിൽ പറയുക, ഞാൻ നിർത്തൂല. ഇതിൻ്റെ സ്റ്റീറിംഗ് ഒക്കെ നല്ലതായാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഞാൻ ബ്രേക്ക് വെച്ചിട്ട് ഓർക്കുന്നത് കാരണം അത്ര പോരാ. അയ്യോ, 25 നമ്മൾ ഇപ്പൊക്കെ ഓരോ സെക്കൻഡ് 2 മണി. ഇത് ഇവിടെ ഇങ്ങനെ ആക്സിഡൻറ്റ്. ഓ, ഇത് എനിക്കൊന്ന് നമ്മൾ സിറ്റി എത്താനല്ല, നമ്മളെ മുകളിലത്തെ കുഞ്ഞി ഗ്രാമം എത്താനായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ബിൽഡിങ് വരുന്നു. ടോയ്ലറ്റ് അല്ല അത്, ഇത് ബിൽഡിങ്ങുകളാണ്. ഓ, നമ്മളെ സ്ഥലമെത്തി ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണോ? ഓ, അവിടെ ടവറൊക്കെ ഉണ്ട്. ഇതെന്താ 26? ഓക്കെ, പോം. ഈ ചുരം നമ്മൾ KSRTC ഒന്നും കയറില്ല. നമ്മളെ പവറുള്ള വണ്ടിയൊക്കെ വേണം. നെപ്പോളിയനോ അല്ലെങ്കിൽ അല്ല പ്രൈവറ്റ് ബസ്സൊക്കെ വേണം. അല്ലാണ്ട് വണ്ടി കയറില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ വോൾവോ കൊണ്ടുവരാറ്. നല്ല ഐഡിയ അല്ലേ? ഓ, നമ്മളിപ്പോൾ വീണ്ടും കാട്ടിനുള്ളിൽ പോകണം. ഇവിടെ വീണ്ടും ഒരു ചായക്കട. ആഹാ, ഇവിടെ ഫുഡൊക്കെ കഴിക്കാമല്ലോ. ഞാൻ ഇവിടെ നിർത്തി 2 കഴിക്കാം. ഇത് ചിക്കനൊക്കെ. ഇതൊന്ന് പാമ്പോ? അയ്യോ, ഇവിടെ ഒന്നും പോണ്ടേ, നമുക്ക് ഫുഡ് പോയിസൺ ആവും. ഇത് പാമ്പൊക്കെ വെക്കുന്നു അവിടെ. സീ ഫുഡ്. അയ്യോ, സീ ഫുഡ് ഒക്കെ വെക്കുന്നു. എന്തായാലും നമുക്ക് ഈ ചുരം കയറിയിട്ടേ കാര്യമുള്ളൂ. കാരണം അയ്യോ, ഇത് അത് പുലിയൊക്കെ വരുമോ? എനിക്കറിയില്ലടാ. പുലി വന്ന് തീർന്നു. അയ്യോ, അത് കുറച്ച് ഷാർപ്പ് വളവായി പോയി. അയ്യോ, അങ്ങനെ. ഓക്കെ, നമ്മൾ ഈ കയറ്റം കയറിയിട്ടേ നടന്നു. ഈ വണ്ടിക്ക് നല്ല ഇത് എത്ര ലോങ്ങാണ് ഇത്? 1000കണക്കിന് ദൂരമുണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ മാപ്പ് ഒന്ന് നോക്കട്ടെ. ആഹാ, അത് കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും നമുക്ക് പോയേക്കാം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ കയറ്റിയെടുക്കും. എന്തായാലും നമ്മൾ മുകളിൽ പോയിട്ട് ഒരു സൂപ്പർ സ്ഥലത്താണ് നിൽക്കുന്നത്. ഓ, എൻ്റെ മോനെ, ആ ടവർ. ഫസ്റ്റ് ചായക്കട അല്ല, ആ സിറ്റി കുഞ്ഞി ടൗണൊക്കെ ഉണ്ടായിരുന്ന അവിടെ. ഞാൻ ഏതോ പൂച്ചേൻ്റെ വാല് കണ്ടത്.
മരത്തടിയായിരുന്നു എന്ന് എനിക്കറിയില്ല. ഏതോ പൂച്ചേൻ്റെ വാലുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക കമൻറ്റിൽ. ബ്യൂട്ടിഫുൾ. ഇതേ മോളിൽ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല മറ്റേ പോസ്റ്റും റെഡ് ഇതാണ് വലിയ സീൻ. നമ്മളീ മലേൻ്റെ മുകളിലെത്തിയെന്ന് തോന്നുന്നു. എത്താറായി. കുറേ കാടൊക്കെ അല്ലാണ്ട് അത് തോന്നുന്നില്ല. എന്നാലും ഇവനെന്തോടെ ലൈറ്റൊക്കെ കൊണ്ടുവരുന്നു. നിർക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഇടിക്കൊന്നുമില്ല. ഇവിടുന്ന് ഇവിടെ വിടുന്നു. ചെറിയ സീൻ വളമാണ്. ഇതേ മുകളിൽ കുറേ വണ്ടി കിടക്കുന്നുണ്ട്. നമ്മളിവിടെ ഒറ്റപ്പാറ്റിയാണല്ലോ, ഒറ്റ വണ്ടി പോലില്ല. അത് ഞാൻ കംപ്ലൈൻറ്റ് അല്ല, നല്ല കാര്യമാണ്. എന്നാൽ ഇതിൻ്റെ എൻജിൻ ഏതായിരിക്കണം? ഫോഴ്സിൻ്റെ എൻജിൻ തന്നെയാണല്ലേ. നല്ല പവർ, ഒടുക്കത്തെ പവർ. എന്തോ പൊന്നെ 30. എൻ്റെ പൊന്നെ 36. ബോളടിക്കാനോ? ആര് ബോളടിച്ച്? ഞാനൊന്നും ബോളടിച്ചത്, വേറെ ഏതെങ്കിലും ഒരുത്തനായിരിക്കും ബോളിലടിക്കാൻ. ഞാൻ ഇത്രയും പ്രൊഫഷണലായ ഡ്രൈവർ ആരും ബോളിലിരിക്കാൻ ഇങ്ങനെയൊക്കെ വിചാരിക്കാവോ? ആഹാ സൂപ്പർ. ഞാൻ ഇടിക്കുകയാണെങ്കിൽ മരത്തിലോ അല്ലെങ്കിൽ ഇനോവയിലോ അല്ലെങ്കിൽ വല്ല കൊക്കയിലോ കൊണ്ടിച്ച് അവിടെ തന്നെ കൊണ്ടിട്ടിടിക്കൂ. അല്ലാണ്ട് ഇതുപോലത്തെ ഒരു വാഴയിൽ കൊണ്ടിച്ചിടിച്ച് നമ്മൾ. ആഹാ സൂപ്പർ. ആഹാ വീണ്ടും ഒരു പോളിനെ ചിലപ്പോൾ ഇടിക്കുന്നതായിരിക്കും നമ്മൾ. പോട്ടെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് തന്നെ ഇവർക്ക് മതിയായാലും കയറ്റം കഴിയും നമ്മളെ ടൂറായിട്ട്. അപ്പം നമുക്ക് ആഹാ ഒരു സിറ്റി എത്തി. ഓ ഇതാണ് സ്ഥലം, ഇതാണ് മോനെ സ്ഥലം. നമുക്കിവിടെ അവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട്. ആ ബസ് നിക്ക് ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അത് കണ്ടിട്ട് നമുക്ക് പോവാം. ഓ മൈ ഗോഡ്, ഇതെന്ത് സംഭവം എടാ, സീന്. നമുക്കിവിടെ നിന്ന് വളയ്ക്കാം നമ്മുടെ. ഓ എൻ്റെ പൊന്നെ, ഇത് നമുക്ക് അയ്യോ നമുക്ക് ഇവിടെയാണ് പോകേണ്ടത്. ആഹാ ആ കാരണം താഴത്തെ ബസ് നല്ല സമാധാനം. എൻ്റെ പൊന്നെ, ആ ട്രക്ക് കൊണ്ട് ബസ്സിനടിച്ച് ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതേ ഇതാ ഓക്കെ എല്ലാവരും മാറി. നമ്മളെ സ്ഥലത്തി. ഓ ഇതാണല്ലേ കുഞ്ഞൊരു ഹൗസ്. എടാ മാടാ. ഓക്കെ ഞാൻ നല്ലോണം മര്യാദയ്ക്ക് നോക്കട്ടെ. അപ്പം ഇതാണ് നമ്മുടെ ഒരു റെസ്റ്റിംഗ് ഹോം. ഇവിടെ ഒരു 3-5 റൂമുണ്ട്. കുഞ്ഞു ഡോർമാണെങ്കിലും എല്ലാ സീനില്ല. അത് അവിടെയൊക്കെ ഉണ്ട് കോട്ടേജ്. നല്ല വ്യൂ ആണ്. ഇത് കാട്ടിനകത്തൊരു ഇന്നോവ. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും കണ്ടില്ല. ഓക്കെ ഈ ബസ്സിൻ്റെ അടുത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. ഡോർ തുറക്കാം. യാത്രക്കാരെല്ലാം ഇറങ്ങിക്കോളൂ. അതെൻ്റെ ഡോറാണ്. നമ്മളിതിന് ലൈറ്റൊന്നും കണ്ടില്ലല്ലോ. ലൈറ്റ് മോശമല്ല. എന്തോ വേണ്ട. തീനെന്തുവാ? തീനാണെന്ന് തോന്നുന്നു. മറ്റേ ഇത് ബാക്കിലത്തെ ഡോറ് ഇല്ല, 1 ബാക്കിലത്തെ ഡോറ്. 1 ആണ്. തീനെന്തുവാ എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ നെപ്പോളിയൻ റൈഡ്. എല്ലാവരും ഇറങ്ങി കോട്ടേജിൽ പോയി അവരൊക്കെ ബുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഞാൻ പാവാണ്. അയ്യോ വണ്ടി പോകുന്നില്ല. എഞ്ചിൻ ഓഫാക്കി എടുത്തിട്ട് വണ്ടി എങ്ങനെ പോകാം? ഞാൻ ആരടാ? എനിക്കിടയ്ക്ക് എന്താ പോകുന്നു, എനിക്കിടയ്ക്ക് ഇതുപോലത്തെ മന്ദബുദ്ധി മൂവ്മെൻറ്റ്സ് വരാറുണ്ട്. നമുക്ക് മൈൻഡ് ആക്കണ്ട. ഓക്കെ നമുക്ക് ഇന്ന് അതോടെ എന്ത് ചെയ്യാം? ഗുഡ് ബൈ. നാളത്തെ വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണാം.